വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടോ, ഇത് നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്ത പയറാണ്. ഇതേമാതിരി പയറുണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്ത ട്രിക്ക് കാണിച്ചാൽ കേട്ടോ. ഇപ്പോൾ ഒരു പയറിൻ്റെ മുകളിൽ കിട്ടിയതാണ് ഇത്ര പയർ. ഇതാണ്ട ഈ പയർ വിത്തിൻ്റെ വിത്താണിത്. ഇത് 8 മണിക്കൂർ കുതിർത്താൻ വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ പാകാം. നമ്മുടെ പോട്ടി മിക്സ്, മണ്ണ്, ചാണകപ്പൊടി, കുറച്ച് കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കുഴിച്ചിടാൻ നമുക്ക് 6 വിത്ത് ഇട്ടു കേട്ടോ. ഇനി നല്ലവണ്ണം നനച്ചു കൊടുക്കട്ടെ. കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. വിത്ത് മുളയ്ക്കണ വരെ വെള്ളം തളിച്ചു കൊടുക്കാം. 2 ഇല പ്രായമായാൽ നമുക്ക് കുറച്ച് ചാരമിട്ട് മണ്ണ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ പടർന്നു വരാൻ തുടങ്ങിയപ്പോൾ 2 കമ്പ് വെച്ച് കൊടുത്തു. കണ്ടോ, കമ്പിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തു. ഇതുവരെ എന്തായപ്പോൾ നമ്മൾ ചെമ്പരത്തി സപ്പോർട്ടായി കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തി കയറാണ്. ഇതിന് വലിയ കേടുകളൊന്നും പിടിച്ചില്ല കേട്ടോ. നമ്മുടെ ആക്റ്റീവ്സയും തെളിച്ചു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചുറ്റി കൊടുക്കാറുണ്ട്. പയറിന് ഏറ്റവും പറ്റിയ വളം എന്താ അറിയോ? ചാരം. ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കും. പിന്നെ 2 നേരം നനച്ചു കൊടുക്കാം. അങ്ങനെ നനച്ച് നോക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് ഇതേമാതിരി പയറുകൾ പൊട്ടിച്ചെടുക്കാം. 10 പയറുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള കറി വെക്കാം. നല്ല പൊട്ടി മിക്സ് ആണെങ്കിൽ പിന്നെ ഒറ്റ പ്രാവശ്യം നമുക്ക് വേറെ വളങ്ങൾ ഇട്ട് കൊടുക്കണ്ടല്ലോ. ഇതിന് ഒറ്റ കീടബാധ ഏറ്റില്ലാണ്ടോ. അടുത്ത പോകും. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അത് ബൈ.